ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ടുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അങ്ങനെ GSTയുടെ ഇമ്പാക്റ്റ് ഓട്ടോ സെക്ടറിലെ കമ്പനികൾക്ക് ഗുണകരമായി. എന്നാൽ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് IT സെക്ടറിന് ഔട്ട്സോഴ്സിങ് ഇഷ്യൂ ഉള്ളത് കാരണം IT സെക്ടർ ഇന്ന് വീക്കായി. മാർക്കറ്റ് അതീവ വോളറ്റൈലായിരുന്നു. നിഫ്റ്റിയുടെ ചാർട്ട് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം വോളറ്റിലിറ്റി ഉണ്ടായിരുന്നുവെന്ന്. ചാർട്ട് ഓപ്പൺ ചെയ്തു. നിഫ്റ്റി ഓപ്പൺ റേഞ്ച് ഉയർന്നു 24,850. പിന്നീട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, പിന്നീട് ഒരു റാലി 24,880, പിന്നീട് ഒരു സഡൻ ഫോള്. അവിടെ കാണാൻ സാധിക്കും ഏകദേശം ഒരു 100 പോയിൻ്റാണ് ഒരു ഒറ്റ 5 മിനിറ്റ് ക്യാൻഡിൽ നിഫ്റ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു 5 മിനിറ്റിൽ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി പോയിട്ടുണ്ടാവണം. അതിനുശേഷം 24,791 മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് 5 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ്. ഒരൊറ്റ ക്യാൻഡിൽ ഏകദേശം ഒരു 100 പോയിൻറ്റിൻ്റെ ഒരു വലിയൊരു സെൽ ഓഫാണ് മാർക്കറ്റിൽ കണ്ടത്. നമുക്കറിയാം FIS ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലേഴ്സാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 10 കണ്ടിന്യൂസ് വർക്കിംഗ് ഡേ അവർ സെല്ലേഴ്സായിരുന്നു. ഇന്നും ആ ഒരു ക്യാൻഡിൽ കാണുമ്പോൾ അത് FISൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഹ്യൂജ് സെല്ലിംഗ് ആവണം. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കാണാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. ഡോ ഫ്യൂച്ചർ 79 പോയിന്റ് പോസിറ്റീവാണ്. ജപ്പാൻ മാർക്കറ്റ് 625 പോയിന്റ് പ്ലസ് ആണ്. കൊറിയയും ചൈനയെല്ലാം തന്നെ പ്ലസ് ആണ്. ഏറ്റവും ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ 800 പോയിന്റ്. ടോപ്പിൽ നിന്ന് മൂന്നാമത് നോക്കുകയാണെങ്കിൽ $41 ഇന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് സ്പൈക്ക് ചെയ്തത്, അഥവാ 1.16% സ്പൈക്കാണ്. $3,628 ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പെർ ഔൺസിന്. ശക്തമായ രീതിയിൽ ഗോൾഡ് മുന്നേറി. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കുമ്പോൾ PCR 0.9, 25,500 റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. 24,900 അടുത്തൊരു റെസിസ്റ്റൻസ്. എന്നാൽ സപ്പോർട്ടായിട്ട് 24,500 സപ്പോർട്ട് സോണായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ് എല്ലാം തന്നെ 25,000 ആ ഒരു റൗണ്ട് ഫിഗറിൽ നിഫ്റ്റി നിൽക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ സെൻസിബിളിൽ കാണുന്ന ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഇനി കുറച്ച് മറ്റുള്ള നമ്മൾ മാർക്കറ്റിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ന് മാർക്കറ്റിൻ്റെ റാലിക്ക് ചുക്കാൻ പിടിച്ചത് M&M, ടാറ്റ മോട്ടേഴ്സ്, ഐഷർ മോട്ടേഴ്സ്, ബജാജ് ഓട്ടോയാണ്. നിഫ്റ്റി 50യിൽ ടോപ്പ് ഗെയിനേഴ്സിൽ ആദ്യത്തെ പട്ടികയിൽ ഓട്ടോ സെക്ടറിലുള്ള കമ്പനീസാണ്. GSTയുടെ ബെനിഫിറ്റ് കാറിൻ്റെ എല്ലാം തന്നെ വില കുറഞ്ഞ ന്യൂസ് നമ്മൾ കണ്ടു. ഈവൻ ഹുണ്ടായും ഏകദേശം ഒരു 2.5 lakhs വരെയൊക്കെ കാറിൻ്റെ വില കുറയ്ക്കുന്നുണ്ട്. IT ഔട്ട്സോഴ്സിങ് ട്രംപ് പറഞ്ഞതിനെ തുടർന്ന് IT ഇൻഡെക്സ് 1% ഒരു ഫോൾ രേഖപ്പെടുത്തി. കൂടാതെ തന്നെ കൺസ്യൂമർ കമ്പനീസും ട്രെൻഡ്, ഏഷ്യൻ പെയിൻറ്റ്, നെസ്ലെ തുടങ്ങിയ കമ്പനീസും ടോപ്പ് ലൂസേഴ്സാണ് ഉണ്ടായിരുന്നത്. JSW പോലെയുള്ള സ്റ്റോക്കുകൾ, സ്റ്റീൽ സെക്ടർ, മോർഗൻ സ്റ്റാൻലി അപ്ഗ്രേഡ് ചെയ്തു. JSW 3% ഒരു അപ്സൈഡ് കണ്ടു. ഇനി നമുക്കറിയാം ഈ ഒരു ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു താരിഫ് ഫിയർ മറികടക്കാനായിട്ട് ഇന്ത്യ അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും പരസ്പരം കോപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിക്സ് ഉച്ചകോടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ വലിയ തോതിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സഹകരണവും അല്ലെങ്കിൽ ട്രേഡ് എഗ്രിമെൻറ്റും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ ആയിട്ട് നേരിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൈനയും ഇന്ത്യയിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. ചൈനീസ് ആപ്പുകളും നിരോധിച്ച ആപ്പുകൾ തിരികെ വരുന്നു, ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ വരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും നടക്കുന്നുണ്ട്. സെയിം ടൈം ഇന്ത്യയും UAE പോലെയുള്ള രാജ്യങ്ങളിലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു അങ്ങനെയുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചർച്ചകൾ കണ്ടിട്ടാവണം ട്രംപ് ഒന്ന് അഴിഞ്ഞിരുന്നു. ഇന്ത്യ വീണ്ടും സുഹൃത്താണ് പറഞ്ഞു. എന്നാൽ വീണ്ടും താരിഫ് ഉണ്ടെന്നും വീണ്ടും പറയുന്നത് പുള്ളിയുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെയാണെന്ന് പറയുന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഇല്ലാത്തൊരു അവസ്ഥയിലാണുള്ളത്. പക്ഷേ ആ ഒരു ഫിയർ മാർക്കറ്റിൽ ഉണ്ട്. അതാണ് കാണിക്കുന്നത്. ഓരോ റൈസ് ചെയ്യുമ്പോഴും മാർക്കറ്റിൽ സീവിയർ സെല്ലിംഗ് പ്രഷർ നമുക്ക് ഓരോ ഹൈസിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുമുണ്ട്. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഈ വരുന്ന ഞായറാഴ്ചയാണ് കൊച്ചിയിൽ നമ്മുടെ ഓഫീസിൽ വെച്ചിട്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ഉള്ളത്. ഫസ്റ്റ് കമ്പനിയുടെ നമ്പർ ഉണ്ട്. ഇൻഡെക്സ് ഓപ്ഷനും കമ്മോഡിറ്റി ഓപ്ഷനും നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ ഫസ്റ്റ് കമ്പനി നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഇനി സ്റ്റോക്കിലെ വാർത്തയിലേക്ക് പോകുമ്പോൾ ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. JSW സ്റ്റീൽ അവരുടെ സ്റ്റീൽ ഔട്ട്പുട്ട് എല്ലാം തന്നെ 17% ഇയർ ഓൺ ഇയർ ഉയർന്നു. 27 lakh ടൺസാണ് ഇത്തവണ കമ്പനി കരസ്ഥമാക്കിയത്. ബ്രിഗേഡ് കമ്പനി റിയാലിറ്റി കമ്പനിയാണ്. 2,500 കോടി രൂപ ഓർത്ത് വരുന്ന ലക്ഷറി പ്രൊജക്റ്റ് ബാംഗ്ലൂരിൽ അവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. SML ഇസൂസു കമ്പനി
ഇവരുടെ ഇയർ ഓൺ ഇയർ ഇവരുടെ ഇവരുടെ സെയിൽസ് 15% ഇയർ ഓൺ ഇയർ കുറഞ്ഞതായിട്ട് കമ്പനി റിപ്പോർട്ട് ചെയ്തു. അദാനി ഗ്രൂപ്പ് $60 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. സ്വിഗ്ഗി നുമാറ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ബേസ്ഡ് ആയിട്ടുള്ള റേറ്റിംഗ് ഏജൻസി സ്വിഗ്ഗിനെ അപ്ഗ്രേഡ് ചെയ്തു. ഹഡ്കോ കമ്പനി 11,300 കോടി രൂപയുടെ മെട്രോ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് കമ്പനിക്ക് ഒരു ഓർഡർ കിട്ടി. IRB ഇൻഫ്ര കമ്പനി ഇയർ ഓൺ ഇയർ 12% ഗ്രോത്ത് കരസ്ഥമാക്കി. ഡിഷ് TV ഇന്ത്യയിൽ സ്മാർട്ട് TV ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ജിൻഡാൽ സ്റ്റെയിൻലെസ് കമ്പനി ഇവരുടെ പ്രൊമോട്ടേഴ്സ് 12 lakh ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അക്യൂർ ചെയ്തു. HFCL കമ്പനി 1,000 ഏക്കർ ലാൻഡ് തെലങ്കാന സ്റ്റേറ്റ് ഗവൺമെൻറ് കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട് പ്ലാന്റ് ചെയ്യാനായിട്ട്. പ്രൂഡൻറ്റ് കോർപ്പറേറ്റ് കമ്പനി ഇൻഡസ് ക്യാപിറ്റലിന് 2,000 കോടി രൂപ കൊടുത്ത് അക്യൂർ ചെയ്തിട്ടുണ്ട്. ഹീറോ മോട്ടോകോർപ്പ് 160 സൂപ്പർ സ്കൂട്ടർ കമ്പനി ലോഞ്ച് ചെയ്തു. സീഗൽ കമ്പനി റിന്യൂവബിൾ ബിസിനസ്സിലേക്ക് കമ്പനി കടന്നു വരികയാണ്. നെസാറ ടെക് കമ്പനി പുതിയ PC ഗെയിം കമ്പനി ലോഞ്ച് ചെയ്തു. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് അടുത്ത 5 വർഷത്തിനുള്ളിൽ 400 ബ്രാഞ്ചുകൾ കമ്പനി ഓപ്പൺ ചെയ്യുന്നുണ്ട്. IDBI ബാങ്ക് കമ്പനി എമിറേറ്റ്സ് ആൻഡ് BD എന്ന് പറയുന്ന UAE ബേസ്ഡ് ആയിട്ടുള്ള ബാങ്ക് ഈ IDBI ബാങ്കിൽ നിക്ഷേപം നടത്താനായിട്ട് തീരുമാനിച്ചു. സെറോടെക് കമ്പനി ഒരു ബാറ്ററി ബിസിനസ് ചെയ്യാനായിട്ട് സുവാഹി പിവിൻ എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴുള്ള സ്റ്റോക്കുകളുടെ വാർത്തകൾ. മാർക്കറ്റ് അതീവ വോളറ്റൈലായിട്ട് നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ ക്യാൻഡിൽ കാണേണ്ട സമയത്ത് കണ്ടു ഒരു 5 മിനിറ്റ് ക്യാൻഡിലൊക്കെയാണ് വലിയ തോതിൽ പോയിട്ടുള്ളത്, ഫോൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യുക, പ്രതീക്ഷ അർപ്പിച്ച ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ബിസിനസ് അല്ല. അങ്ങനെയുള്ള ആളുകൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകും. മാർക്കറ്റ് ശക്തമായിട്ട് തന്നെ പണിഷ് ചെയ്യും. അപ്പോൾ ഇതൊരു ട്രേഡേഴ്സിൻ്റെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറയുന്നത്. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു പ്യുവർ ബിസിനസ്സാണ്. അത് ഗാംബ്ലിംഗ് ആക്കുന്നത് നമ്മൾ തന്നെയാണ്. സ്റ്റോപ്പ് ലോസുകളെല്ലാം തന്നെ വെക്കാതെ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ലോസ് വെച്ച് തന്നെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.